ഇത് നമ്മുടെ കുമ്പളങ്ങി അറിയാമല്ലോ, അത്യാവശ്യം ഒരു ടൂറിസ്റ്റ് വില്ലേജാണ്. ഇവിടെ ബോച്ചയുടെ റിസോർട്ടുണ്ട്, പഴയ അക്കോട്ടിക്ക്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് തന്നെ ഒരു കുമ്പളങ്ങി നൈറ്റ്സ് ഹോട്ടലുണ്ട്. ഇവിടെയൊക്കെ ശനി ഞായറൊക്കെ നല്ല തിരക്കാണ്. ഇവിടെ കുമ്പളങ്ങി നൈറ്റ്സ് ഹോട്ടലിനോട് ചേർന്ന് തന്നെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. വിൻസ് ഗാർഡൻ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ഔട്ട്ഡോർ പാറ്റിയോ ഉണ്ട് ഇവിടെ. നല്ല കിഡിലൻ ആംബിയൻസാണ്, അതിലൊരു സംശയമുണ്ട്. ഒരു പ്രത്യേക വൈബാണ് ഇവിടെ. ഇവിടെ നമുക്ക് ചെറിയ ഗെറ്റ് ടുഗദർ, ബർത്ത്ഡേ ഫങ്ഷൻസൊക്കെ നടത്താൻ പറ്റിയൊരു ചെറിയൊരു പ്രോപ്പർട്ടിയാണ്. പക്ഷേ നല്ല മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ട്സായിട്ട് കൂടാം, നമ്മൾ കോളേജ് സ്കൂളൊക്കെ പഠിച്ച ടീമായിട്ടൊക്കെ ഗെറ്റ് ടുഗദർ നടത്താം, ചെറിയ ബർത്ത്ഡേ പരിപാടികളൊക്കെ നടത്താം, ചെറിയ ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ നടത്താം. 4-5 ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കൂടാം. ഇരുമ്പിൻ്റെ സ്ട്രക്ചറിലാണ് ഇവിടെ പണിതിരിക്കുന്നത് കൂടുതലും. പിന്നെ ഇവിടെ കംപ്ലീറ്റ് ഒരു ഗ്രീനിഷ് ആണ്, ചെടികളും അതിൻ്റെ മാറ്റും അതിൻ്റെ പെയിൻറ്റിങ് കളറും. നടുക്കൊരു പോണ്ട് പോലെ ഉണ്ട്, എന്താ പറയുക, അതിനകത്ത് മീനൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു സ്വിമ്മിംഗ് പൂൾ ആയിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നേനെ. ഒരു 50 പേരുടെയൊക്കെ പരിപാടി നടത്താൻ പറ്റുന്ന പുള്ളി പറഞ്ഞത്. ഇവിടെ ഒരു റൂമുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ചിലപ്പോൾ സ്റ്റേ കിട്ടുമായിരിക്കാം. അത് എന്തായാലും ഞാൻ അതിൻ്റെ ആളുടെ നമ്പർ ഞാനിവിടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. സ്റ്റേയെങ്കിൽ സ്റ്റേ, അല്ലെങ്കിൽ പാർട്ടിയെങ്കിൽ പാർട്ടി, വെള്ളോടി പാർട്ടിയെങ്കിൽ വെള്ളോടി പാർട്ടി. എന്താ പറയുക, നല്ലൊരു ആംബിയൻസ് ഇവിടെ കിട്ടും. ആ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു +2 ഗെറ്റ് ടുഗദർ ഇവിടെ നടത്തിയായിരുന്നു. 13 പേരുണ്ടായിരുന്നു. 13 പേരെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുള്ളി പറയുന്നത് കറക്റ്റായിരിക്കും, 50 പേർക്ക് പറ്റും. കാരണം 13 പേരെന്ന് പറയുമ്പോൾ ഞങ്ങളൊരു മൂലക്ക് കുറച്ച് പേരുണ്ടായിരുന്നുണ്ട് ആക്ച്വലി. ഇവിടെ ആയിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം 50 പേര് ഓക്കെയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നമ്പർ ഞാൻ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനെ കോൺടാക്റ്റ് ചെയ്യാം. ഇവിടെ ബാക്ക് വാട്ടറാണ് ആക്ച്വലി. ബാക്ക് വാട്ടർ എന്ന് വെച്ചാൽ ചാല്, ചെമ്മീൻ കെട്ടും, അപ്പുറത്ത് പുഴയും കാര്യങ്ങളൊക്കെ ആണ്. നേരെ കാണുന്ന റോഡെന്ന് വെച്ചാൽ കുമ്പളങ്ങി കണ്ടക്കട റോഡാണ്. കുമ്പളങ്ങിയിൽ നിന്നും കണ്ടക്കടയിൽ നിന്നും നമുക്ക് ഈ സ്ഥലത്തേക്ക് വരാൻ പറ്റും. കുമ്പളങ്ങി വഴിയും വരാം, കണ്ടക്കട വഴിയും വരാം. ഈ റൂമിൻ്റെ മുകളിലൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി നമുക്ക് ചെറിയ വ്യൂ പോയിൻ്റ് പോലെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കിലുള്ള ഈ ചാലുകൾ, ബാക്ക് വാട്ടർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഒരു ഭംഗിയാണ്. കുറേ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആസ്വദിക്കാം. ഇവിടെ ചൂണ്ടിടാം, കുറേ മീനൊക്കെ കിട്ടും. അടിപൊളിയാണ്. ആക്ച്വലി ഇവിടെ ഈ കമ്പോല വർക്കിംഗ് ആണ് കേട്ടോ. ഇത് നമുക്ക് അവിടെ ലിവറുണ്ട്, അത് താത്തിക്കഴിഞ്ഞാൽ ഇത് താഴ്ത്തുകയും പൊക്കുകയും ചെയ്യാം. ഇതിൽ കുറേ മീൻ കുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ട്. കുറച്ചാൾ കഴിയുമ്പോൾ അതൊക്കെ വലുതായി ഇതിൻ്റെ കൂടെ ഓടിയാണൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് പൊക്കുമ്പോൾ നമുക്ക് ആ മീനുകളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്, ചിലപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇവിടെ വരാം. അപ്പോൾ നമുക്ക് കുമ്പളങ്ങി ഭാഗത്ത് നിങ്ങൾക്ക് ചെറിയ ഗെറ്റ് ടുഗദർ അല്ലെങ്കിൽ ഒരു ഫാമിലി ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റേ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് വരാം.